ആഗ്രഹ സാഫല്യത്തിന് ഗുരുവായൂരമ്പല നടയിൽ പോണം. ഏകദേശം വൈകുന്നേരം 5 മണിയോടുകൂടി തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടുന്ന ഇൻ്റർസിറ്റി ഏകദേശം ഒരു 6:30 ആകുമ്പോഴത്തേക്ക് കൊല്ലത്ത് എത്തിച്ചേരും. കൊല്ലത്ത് നിന്നും പുറപ്പെടുന്ന വണ്ടി രാത്രി ഒരു 12 മണിയോടുകൂടി ഗുരുവായൂർ എത്തിച്ചേരുകയും ഏകദേശം ഒരു 12:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇത് ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിലുള്ള കുടുംബശ്രീയുടെ ലോണ്ടറിയാണ്. ഇവിടെ ഫ്രഷപ്പ് ആവുന്നതിന് അവർ 30 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. നമുക്ക് ഫ്രഷപ്പ് ആയതിനു ശേഷം ക്ഷേത്രത്തിലേക്ക് പോകാം. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അമരപ്രഭു. തെക്കേ നടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 101 കൂട്ടം പച്ചമരുന്നുകളും കളിമണ്ണും ചേർന്ന ഒരു വലിയ സ്തൂപമാണ് ഈ അമരപ്രഭു. ഗുരുവായൂരപ്പനെ കണ്ടതിന് ശേഷം രോഗശാന്തിക്കും മംഗല്യ സിദ്ധിയുമായിട്ട് അമരപ്രഭുവിനെ വരം വയ്ക്കാറുണ്ടത്രേ. ഭഗവാന്റെ മഹാകുംഭാവസ്ഥയിലുള്ള ഭാവമാണ് അമരപ്രഭുവിൻ്റെ ഇടതെന്നും പറയപ്പെടുന്നുണ്ട്. 95-ലാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കരുണാകരൻ സാറായിരുന്നു. ഇനി നമുക്ക് ക്ഷേത്രത്തിലേക്ക് ചെല്ലാം. ഇടവമായതുകൊണ്ട് തന്നെ തിരക്ക് കുറയാൻ സാധ്യതയുണ്ട്. അടുത്തടുത്ത് നിരവധി കടകളൊക്കെ ഉണ്ട്. അവിടെ ഭഗവാന്റെ ചെറിയ ചെറിയ രൂപങ്ങളൊക്കെ നമുക്ക് വാങ്ങാനൊക്കെ കിട്ടും. വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ചുറ്റുപാടും ഉള്ളത്. ഭഗവാന്റെ നിരവധി രൂപങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റും. ക്ഷേത്രത്തിൽ ചെന്നാൽ ആദ്യം വണങ്ങേണ്ടത് അത്തിമര ഗണപതിയാണ്. ഭഗവാനെ വണങ്ങിയതിന് ശേഷമാണ് സാക്ഷാൽ ശ്രീകൃഷ്ണനെ കാണാൻ കണ്ണൻ്റെ മുന്നിലേക്ക് നമ്മൾ ചെല്ലുന്നത്. മനസ്സിൽ ഒരാഗ്രഹം ഉറപ്പിച്ച് കണ്ണനെ ഒരു 3 മാസം വന്ന് കണ്ടാൽ അത് സഫലമാകുമെന്ന് നിരവധി സാക്ഷ്യങ്ങളുണ്ട്. അതാണ് ഗുരുവായൂരപ്പൻ. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.